മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനത്തെ ശരിവയ്ക്കുന്നതായിരുന്നു കേന്ദ്ര ലാബിൽ നിന്നും ലഭിച്ച പരിശോധനാ ഫലം. മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ സാന്നിധ്യമില്ലെന്നും ഹാനികരമല്ലാത്ത അളവിൽ മീഥൈൽ ആൽക്കഹോൾ സാന്നിധ്യം ഉണ്ടെന്നുമാണ് കേന്ദ്ര ലാബിലെ ഫലം. ഇതോടെ ദുരൂഹത പാതി നീങ്ങിയെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. എന്നാൽ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോൾ എങ്ങനെ വന്നുവെന്നാണ് ഇനി അറിയാനുള്ളത്. അന്തിമ വിശകലനത്തിനായി കേന്ദ്ര ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം അന്വേഷണത്തിനായി രൂപീകരിച്ച മെഡിക്കൽ ബോർഡിന് കൈമാറി ഒരാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതേസമയം അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മണിയുടെ വീട്ടിലെത്തി കേന്ദ്ര ലാബിലെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കുടുംബത്തെ അറിയിച്ചു. മെഡിക്കൽ ബോർഡിന്റെ വിശകലനത്തിനുശേഷം മാത്രമേ അന്തിമ നിഗമനത്തിൽ എത്താനാകൂവെന്നും അന്വേഷണ സംഘം കുടുംബത്തെ അറിയിച്ചു. മെഡിക്കൽ ബോർഡിന്റെ വിശകലനത്തോടെ മണിയുടെ മരണം സംബന്ധിച്ച ദുരൂഹത അവസാനിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. മീഡിയ 1 തൃശൂർ.